Good evening, friend. Good morning, friends. Today we will discuss on the topic friction. നമ്മൾ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്കത് ശരിക്കും പറയാൻ പറ്റിയില്ല. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇവിടെ ഫ്രിക്ഷൻ്റെ ഞാനൊരു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം എന്താണ് ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ when you are walking, the friction between the ground and your shoes makes you to walk perfectly. അല്ലെങ്കിലോ അവിടെ ഗ്രൗണ്ട് സ്മൂത്ത് ആണെങ്കിലോ നമ്മൾ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തെന്നി വീഴും. അപ്പോൾ എന്താണ് ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ when a body slides or tends to slide on a surface on which it is resting, an opposing force or resisting force opposing the motion is produced at the contact surface. This resisting force is called friction or friction force. അതായത് ഒരു ബോഡി നമ്മൾ ഒരു കോണ്ടാക്ട് സർഫസിൽ സ്ലൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടെൻസ് ടു സ്ലൈഡ് ചെയ്യുകയോ ചെയ്താൽ ആ മോഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ആ കോണ്ടാക്ട് സർഫസിൽ ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. റെസിസ്റ്റിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ബേസിക് ഡെഫിനേഷൻ. ഒരു ബോഡി ഒരു സർഫസിൻ്റെ മേളിൽ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യുമ്പോൾ ആ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയണത്. നമുക്കിതിനകത്ത് കുറച്ച് ഫ്രിക്ഷൻ്റെ ബേസിക്കായ കാര്യങ്ങളാണ് നമുക്ക് പറയണത്. ഈ മോഡ്യൂളിൽ നമ്മൾ ഫ്രിക്ഷൻ എന്താണ്, ഫ്രിക്ഷൻ്റെ ഏതൊക്കെ ലോസ് ഉണ്ട്, അതേപോലെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, കോൺ ഓഫ് ഫ്രിക്ഷൻ, ലോസ് ഓഫ് ഫ്രിക്ഷൻ, അതേപോലെ എന്താണ് ആംഗിൾ ഓഫ് ഫ്രീ ഫോഴ്സ്, എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, അതേപോലെ സ്ലൈഡിങ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കും. അതേപോലെ അടുത്തതിൽ ഞാൻ ലാഡർ ഫ്രിക്ഷൻ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരികയും ചെയ്യാം. ഓക്കെ, ദെൻ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ നമുക്ക് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്, അല്ലേ? ക്ലച്ച്, ബ്രേക്ക്, ചില ഡ്രൈവുകൾ, ബെൽറ്റ് ഡ്രൈവുകൾ, വെഡ്ജ്, ഇതിനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ബെൽറ്റ് ഡ്രൈവ് ഇപ്പോൾ ഒരു ബെൽറ്റ് ഡ്രൈവ് ഇത് രണ്ട് കണക്റ്റിംഗ് ഒരു മോട്ടറും ആ മോട്ടറും ഒരു ഷാഫ്റ്റ് കണക്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്. ഈ ബെൽറ്റ് ഡ്രൈവ് പിടിക്കുന്നത് ഫ്രിക്ഷൻ കൊണ്ടാണ്. അതേപോലെ നമ്മൾ ബൈക്കിൽ യൂസ് ചെയ്ത ക്ലച്ച്, ബ്രേക്ക് അതെല്ലാം വർക്ക് ചെയ്യുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ അനിവാര്യമാണ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ നടപ്പ്, വാക്കിംഗ്, അതും ഫ്രിക്ഷൻ കൊണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നൗ അത് ചില സമയങ്ങളിൽ നമുക്ക് ഫ്രിക്ഷൻ നമുക്ക് വളരെ ഡിസൈറബിൾ അല്ല. എവിടെയാണ്? ബെയറിങ്ങുകൾക്ക്, പവർ സ്ക്രൂ ഗിയർ, ആ ഭാഗങ്ങളിലൊക്കെ ഈ ഫ്രിക്ഷൻ ഉണ്ടായാൽ അവിടെ തേയ്മാനം വരും. അതുവഴി ആ കമ്പോണന്റ് കേടാവും. അതാണ് ഫ്രിക്ഷൻ കോസസ് വെയർ. അതേപോലെ ഈ ഫ്രിക്ഷൻ്റെ കാരണം കൊണ്ടെന്ന് വരും കുറേ ഈ ഫ്രിക്ഷൻ മൂലം ഒരുപാട് എനർജി നഷ്ടപ്പെടും. എങ്ങനെ? ഹീറ്റിൻ്റെ ഫോമിൽ. സോ ഫ്രിക്ഷൻ ഒരു സമയത്ത് ഇറ്റ് ഈസ് അഡ്വാൻറ്റേജുമാണ്, അതേപോലെ ഇറ്റ് ഈസ് ഡിസയേർഡുമാണ്, അതേപോലെ അത് ചില സമയങ്ങളിൽ നമുക്കൊരു ഡിസഡ്വാൻറ്റേജുമാണ്. ഓക്കെ, നൗ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? സപ്പോസ് നമ്മൾ ഈ ഒരു സോഫ നമ്മൾ നീക്കുവാണ്. നമ്മൾ ആദ്യം കുറച്ച് ഫോഴ്സ് കൊടുക്കും. ഇപ്പോൾ ചെറിയ ഫോഴ്സ് കൊടുക്കും, നീങ്ങില്ല. വീണ്ടും ഫോഴ്സ് കൊടുക്കും. ഇപ്പോൾ സപ്പോസ് ഞാനൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, നീങ്ങില്ല. കാരണം എന്ത് പറ്റും? അതേ 10 ന്യൂട്ടൺ ഇവിടെ ഒപ്പോസിങ് ആയിട്ട് ഉണ്ടാവും, 10 ന്യൂട്ടൺ. അതേപോലെ ഞാൻ ഈ 20 കൊടുക്കും, അത് അപ്പോഴും ഇതുപോലെ തന്നെ 20 ന്യൂട്ടൺ ഒപ്പോസിങ് ഫോഴ്സ് വരും. നമ്മളത് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ ഫ്രിക്ഷൻ അത് നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്ത് നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ അത് കഴിഞ്ഞ് ഒരു ലിമിറ്റ് വിട്ട് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ സോഫ എങ്ങടേക്ക് നീങ്ങും? റൈറ്റിലേക്ക് നീങ്ങാൻ തുടങ്ങും, അല്ലേ?
ആ നീങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ സോഫയുടെ കോണ്ടാക്ട് സർഫസിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഫോഴ്സിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? മാക്സിമം frictional force that can be developed at the contact surface when the body is just on the point of moving is called limiting force of friction. അതായത് ഒരു ബോഡി ജസ്റ്റ് നീങ്ങുന്നതിന് മുമ്പ് വരെ എന്താ അവിടെ ആ ബോഡിനെ പിടിച്ച് നിർത്തുന്ന ഒരു ഫ്രിക്ഷനെയാണ് ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. അതായത് ഞാൻ സപ്പോസ് ഇപ്പോൾ ഇവിടെ 50 ന്യൂട്ടണാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. നമ്മൾ 10 ന്യൂട്ടൺ കൊടുക്കുമ്പോഴോ 20 ന്യൂട്ടൺ കൊടുക്കുമ്പോഴോ 30 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ ഒരു നീങ്ങില്ല. കാരണം എന്താ, അതിനോട് അനുബന്ധിച്ച് ഈക്വലായിട്ട് നീങ്ങാൻ തുടങ്ങും, ഓപ്പോസിങ് ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാകും. പക്ഷെ നമ്മൾ 50 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഇത് ജസ്റ്റ് ടെൻഡിങ് ഒന്ന് ജസ്റ്റ് നീങ്ങുന്നതിന് നമ്മളിതിൻ്റെ മോഷൻ ജസ്റ്റ് അടുത്ത് വരെ എത്തും, അല്ലെങ്കിൽ ജസ്റ്റ് നീങ്ങാനായിട്ട് തുടങ്ങും. സപ്പോസ് നമ്മളിപ്പോൾ 50.51 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താൽ എന്ത് പറ്റും, ഇത് നീങ്ങാൻ തുടങ്ങും. കാരണം അത് മാക്സിമം ലിമിറ്റ് കഴിഞ്ഞു. അതാണ് അപ്പോൾ ഈ ഒരു ബോഡി ജസ്റ്റ് നീങ്ങുന്നതിന് നീങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ആ കോണ്ടാക്ട് സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എത്രയായിരിക്കും? 50. മനസ്സിലായോ എന്താണെന്ന്? ഒന്നുകൂടെ പറയാം. ഒരു ബോഡി നീങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഫ്രിക്ഷനെയാണ് the friction force that can be developed at the contact surface when the body is at the point of moving or tends to move is called as the limiting force of friction. മനസ്സിലായോ? Now ഇതാണ് ആ ഫ്രിക്ഷൻ, ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം നമ്മൾ ഫ്രിക്ഷൻ ഒരു ഫോഴ്സ് കൊടുത്തു, വന്നില്ല. നമ്മളിങ്ങനെ കൂട്ടി കൊടുത്ത് കൂടുതൽ നമ്മൾ ഓരോ പ്രാവശ്യം ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, കസേര ആ സോഫ നീക്കുമ്പോൾ കൂടുമ്പോൾ എന്ത് പറ്റും, അതിനപ്പം ഫ്രിക്ഷൻ ഫോഴ്സും കൂടും. അതൊരു മാക്സിമം പോയിന്റ് ലിമിറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അത് ജസ്റ്റ് നീങ്ങാൻ തുടങ്ങും. നമ്മൾ ആ നീങ്ങുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ പോയിന്റ് ഓഫ് ഫ്രിക്ഷൻ. Or this is a point where the motion of the body just starts. അതായത് ആ സോഫ ജസ്റ്റ് നീങ്ങുന്നതിന് അടുത്തെത്തുന്ന നീങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു ഫ്രിക്ഷൻ, അല്ലെങ്കിൽ അത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. വൺസ് അത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ആദ്യം ഒന്ന് താഴെ കുറയും, അത് കഴിഞ്ഞ് ഏകദേശം കോൺസ്റ്റൻ്റ് ആവും. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ആദ്യം ഫ്രിക്ഷൻ ആദ്യം കൂടി ഒരു മാക്സിമം വാല്യൂ എത്തും. ആഫ്റ്റർ ദാറ്റ് that maximum value reaches a limit after which the body overcomes that force of friction and moves in the direction of force. അല്ലേ? സോ ആ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? നൗ രണ്ട് രീതിയിൽ ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ്റെ ക്ലാസിഫിക്കേഷനാണ് രണ്ട് രീതിയിലാണ് പറയുന്നത്. ഫ്ലൂയിഡ് ഫ്രിക്ഷനും സോളിഡ് ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ഡ്രൈ ഫ്രിക്ഷൻ, അല്ലെങ്കിൽ കൂളംബ്സ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സോളിഡ് ഫ്രിക്ഷൻ, ഡ്രൈ ഫ്രിക്ഷനാണ്, കൂളംബ് ഫ്രിക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് അതിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഡൈനാമിക് ഫ്രിക്ഷനുമാണ് ഇതിനകത്തുള്ളത്. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, എന്താണ് ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് നമുക്ക് നോക്കാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഒരു ബോഡി അവിടെ റെസ്റ്റിലുണ്ടാകുമ്പോൾ, ഒരു ബോഡി ജസ്റ്റ് അവിടെ ഒരു സർഫസിൽ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ആ ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ദ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് ഇസ് കോൾഡ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ എന്തായിരിക്കും ഡൈനാമിക് ഫ്രിക്ഷൻ? സ്റ്റാറ്റിക്കിന് നേരെ ഓപ്പോസിറ്റ്. ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി when it is in motion is called dynamic friction. ഓക്കെ, അതായത് ഒരു ബോഡി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ആ ബോഡിയുടെ കോണ്ടാക്ട് സർഫസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷനാണ് ഡൈനാമിക് ഫ്രിക്ഷൻ. ബോഡി റെസ്റ്റിലാവുമ്പോൾ ആ കോണ്ടാക്ട് സർഫസിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓൾസോ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു, അതായത് ആദ്യം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വരും, അതിനുശേഷം മാക്സിമം വാല്യൂ എത്തും, അത് കഴിഞ്ഞാൽ താഴേക്ക് മാറി അത് ഡൈനാമിക് ഫ്രിക്ഷനാണ്. ഓക്കെ, സോ
അപ്പോൾ ഇതിനകത്ത് ഈ ഫിഗർ നോക്കുവാണെങ്കിൽ ഈ എന്താ സ്റ്റാറ്റിക് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വരെയുള്ളത് ഉണ്ടാകുന്ന ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം സ്റ്റാറ്റിക് ഫ്രിക്ഷനും അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളതെല്ലാം കൈനറ്റിക് ഫ്രിക്ഷനും ആയിരിക്കും. ഓക്കെ, ലിമിറ്റിംഗ് ഫോഴ്സിന് ലെഫ്റ്റ് സൈഡിലുള്ള, അതായത് ഒരു ബോഡി ഭാഗത്ത് നിന്ന് ബോഡി റെസ്റ്റിലായിരിക്കും അല്ലേ. നമ്മൾ ഇൻക്രീസ് ഒരു മാക്സിമം വാല്യൂ എത്തുമ്പോഴാണ് ആ ബോഡി നീങ്ങുന്നത്. അപ്പോൾ ആ ബോഡി റെസ്റ്റിലാകുമ്പോൾ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആ ബോഡി നീങ്ങുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ ഡൈനാമിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കണം. മനസ്സിലായല്ലോ? ഈ ഡൈനാമിക് ഫ്രിക്ഷനിൽ രണ്ട് തരം ഫ്രിക്ഷൻ ഉണ്ട്, സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. എന്താണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ? ഒരു ബോഡി നമ്മൾ ജസ്റ്റ് വേറൊരു ബോഡിക്ക് മീതെ സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ, ജസ്റ്റ് നീങ്ങുകയാണെങ്കിൽ, ആ ബോഡിയിൽ ആ ബോഡിയുടെ കോണ്ടാക്ട് സർഫസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് സ്ലൈഡിംഗ്? അതായത് ഉദാഹരണം എന്താ, ഇവിടെ ഒരാൾ ഈ ബോക്സ് ഉന്തിക്കൊണ്ടിരിക്കുക, റൈറ്റ് ടുവേർഡ്സ് ലെഫ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് നമ്മുടെ ബോഡിയുടെ മോഷൻ എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോഡി ഈ സർഫസിന് മേലെ സ്ലൈഡ് ചെയ്യുമ്പോൾ ആ കോണ്ടാക്ട് സർഫസിൽ ബോഡിയുടെ കോണ്ടാക്ട് സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ദ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ് when a body when it slides over another body is called sliding friction. അപ്പോൾ റോളിംഗ് ഫ്രിക്ഷൻ എന്താ? ഒരു ബോഡി വേറൊരു ബോഡിക്ക് മീതെ റോള് ചെയ്യുകയാണെങ്കിൽ ആ റോളിംഗ് കോണ്ടാക്ട് സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണെങ്കിൽ ആണ് നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ എന്താണ്? ദ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് when one body rolls over experienced by a body when it rolls over another body is called the rolling friction. അതായത് ഫ്രിക്ഷൻ ആ കോണ്ടാക്ട് സർഫസിൽ ഒരു ബോഡി വേറൊരു ബോഡിയുടെ മേളിൽ കൂടെ റോൾ ചെയ്യുകയാണെങ്കിൽ ആ റോളിംഗ് ബോഡിയുടെ കോണ്ടാക്ട് സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഈ ബോക്സ് കുറേ റോളറിൻ്റെ മീതെ വെച്ച് ഓടിക്കുകയാണ്. അപ്പോൾ ആ ആ റോളറിൻ്റെ കോണ്ടാക്ട് സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനാണ് റോളിംഗ് സർഫസ്. ഈ റോളറും ഈ ഗ്രൗണ്ടും തമ്മിൽ ആക്ട് ചെയ്യുന്ന ഈ റോളറിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഈ റോളർ ഈ ഗ്രൗണ്ടിൽ കൂടെ റോൾ ചെയ്യുമ്പോൾ ആ റോളറിൻ്റെ കോണ്ടാക്ട് സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് by a body when it rolls over another body is called rolling friction. Okay, മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Now, coefficient of friction. ഇനി നമുക്ക് let us move on to some of the terms of friction. First one is coefficient of friction. എന്താണ് coefficient of friction? നമുക്കറിയാം എന്താ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആർ അല്ലെങ്കിൽ RN ആൻഡ് എന്താ അതിൽ ആ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ F is equal to mu RN, where mu is the constant of proportionality. Where mu is the constant of proportionality, and it is called the coefficient of friction. So mu is equal to F by normal reaction R. So the ratio of limiting friction and frictional force and normal reaction is called coefficient of friction. അതായത് ഇവിടെ ഒരു ബോഡി ജസ്റ്റ് മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഫ്രിക്ഷനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആ ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സും ആ നോർമൽ റിയാക്ഷനും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ മ്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മ്യൂ എന്ന് വിളിക്കുന്നത്.
ആൻഡ് ഈ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ 11ാം ക്ലാസ്സിലും +1 +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, സോ ഇവിടെ ഒരു ബോഡി റെസ്റ്റ് ചെയ്യുവാണ്, നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഫ്രിക്ഷൻ ഇങ്ങടേക്കാണ് പോകുന്നത്, ഇങ്ങടേക്കാണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ μ×r അല്ലെങ്കിൽ ആ ബോഡിക്ക് ഒരു വെയിറ്റ്, ഒരു നോർമൽ റിയാക്ഷൻ ആൻഡ് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ. ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ F, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം μ×Rn, നോർമൽ റിയാക്ഷൻ. ആൻഡ് അതിനകത്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫ്രിക്ഷൻ ഫോഴ്സിനെ നമ്മൾ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനെ നമ്മൾ നോർമൽ അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് നമ്മൾ നോർമൽ റിയാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കിട്ടും. ഓക്കെ, നൗ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് ഈ ഫിഗർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഫിഗറിന് എന്താ ഈ ബോക്സ് ഇതിനകത്ത് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ബോക്സിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തൊക്കെയാണ്? ഈ ബോക്സിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? ഒരു വെയിറ്റ് താഴേക്കുണ്ട്, ഒരു നോർമൽ റിയാക്ഷൻ മേളിലേക്ക്, ആൻഡ് ഈ ബോഡിക്കൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണ് P. ഈ ബോഡി എങ്ങടേക്ക് മൂവ് ചെയ്യും? ടുവേർഡ്സ് റൈറ്റ് അല്ലേ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് ലെഫ്റ്റ് അല്ലേ. ഫ്രിക്ഷണൽ ഫോഴ്സ് F is equal to നേരത്തെ പഠിച്ചു μ നോർമൽ റിയാക്ഷൻ Rn, μ×Rn അല്ലേ. സോ ഇത് തമ്മിലുണ്ടാകുന്ന ആൻഡ് ഇപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്, ഇതൊരു വെയിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ തിരിച്ച് വരച്ചാൽ എങ്ങനെയായിരിക്കാം? നമുക്ക് ഇതിനെ തിരിച്ച് വരയ്ക്കുമ്പോൾ എന്താ? ഇതിനെ തിരിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് വെയിറ്റ് നോർമൽ റിയാക്ഷൻ ആണ്. സോ ഇവിടെ ഈ നോർമൽ റിയാക്ഷൻ ആറിൻ്റെ BF കൂടെ വരുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്കൊരു റിസൾട്ടൻ്റ് കിട്ടും അല്ലേ. ഒരു റിസൾട്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്ക് ആയിരിക്കും? ഇങ്ങോട്ടേക്ക് അല്ലേ. സോ ദിസ് ഈസ് ദ റിസൾട്ടൻ്റ് R. സോ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ റിയാക്ഷൻ ആൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ ഇസ് കോൾഡ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അതായത് നോർമൽ റിയാക്ഷനും ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻ്റ് തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ അതിന് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫൈ എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഫൈ. സോ ദിസ് ഈസ് നോർമൽ റിയാക്ഷൻ Rn ആൻഡ് ദിസ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് R ആൻഡ് അത് ആക്ട് ചെയ്യുന്ന ഇതാണ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ആംഗിൾ നമുക്ക് ഫ്രം ദിസ് നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് ഈ ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ ഓഫ് നമുക്ക് റിസൾട്ടൻറ്റും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും തമ്മിലുള്ള വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഫ്രിക്ഷൻ ഫോഴ്സും വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത് വയ്ക്കുവാണെങ്കിൽ സപ്പോസ് ഇത് ബോഡി, ആ ബോഡിക്കൊരു വെയിറ്റ് ആക്ടിങ് സെൻറ്റർ ആറ്റ് ഒരു നോർമൽ റിയാക്ഷൻ Rn, ആ ബോഡിക്കൊരു ഫോഴ്സ് ഞാൻ P കൊടുത്തു. ബോഡി റൈറ്റിലേക്ക് നീങ്ങുമ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് ഇങ്ങടേക്കാണ് നീങ്ങുന്നത് അല്ലേ. അപ്പോൾ ഞാൻ അതിനെ ഫ്രിക്ഷൻ ഫോഴ്സ് F is equal to μ/Rn. സോ ഇത് രണ്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു ഈ രണ്ട് ഇത് തമ്മിൽ ഒരു റിസൾട്ടൻ്റ് ഫോം ചെയ്യും. ആൻഡ് ആ റിസൾട്ടൻ്റ് R ആൻഡ് ആ റിസൾട്ടൻ്റും നോർമൽ റിയാക്ഷൻ തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഫൈ എന്ന് വിളിക്കുന്നത്. നൗ ഇതിന് നമ്മളൊരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ Rn എന്നത് ഹൈറ്റും ഫ്രിക്ഷൻ ഫോഴ്സ് നമ്മൾ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ
സോറി ഫ്രിക്ഷണൽ ഫോഴ്സ് ആർ എൻ നമ്മൾ ബേസും ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ ഹൈറ്റുമായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. സോ എന്തായിരിക്കും tan phi? Tan phi is equal to എന്താ ഫ്രിക്ഷണൽ ഫോഴ്സ് ബൈ നോർമൽ റിയാക്ഷൻ Rn. നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ എന്താ മ്യൂ Rn. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ Rn ബൈ Rn. സോ Rn ക്യാൻസൽ ആവും. സോ വാട്ട് വിൽ ഗെറ്റ് ഫൈനൽ റിസൾട്ട് എന്താണ്? യു ഗെറ്റ് ദ ഫൈനൽ റിസൾട്ട് ആസ് tan phi is equal to mu. ഈ ഫോർമുല നിങ്ങൾ ഓർത്തെടുത്തോളണം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വൺസ് നിങ്ങൾക്കിപ്പോൾ ഫ്രിക്ഷൻ ആംഗിൾ വന്നിട്ടുണ്ട്, നിങ്ങളോട് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷനിലേക്ക് നേരെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ്റെ ടാൻ വാല്യൂ നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. ഓക്കെ, സോ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ is also equal to the tan of the angle of friction. ഫ്രിക്ഷൻ ആംഗിളിൻ്റെ ടാൻജൻറ്റ് ടാൻ ആണ് will give the coefficient of friction. Okay, now angle of നമുക്ക് നോക്കാം. ആംഗിൾ ഓഫ് റിപ്പോസ് എന്താണ്? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്, സപ്പോസ് നമ്മളൊരു ഇതൊരു ഇൻക്ലൈൻ പ്ലെയിൻ ആണ്. ഇവിടെ ഞാനൊരു ബോക്സ് വെച്ചു. ആൻഡ് ആ ഇൻക്ലൈൻ പ്ലെയിൻ്റെ ആംഗിൾ ഞാനതിനെ ആൽഫ എന്ന് വിളിക്കും. ആൻഡ് ഞാൻ ഈ ബോക്സ് വെച്ചു. അപ്പോൾ ആ ബോക്സിൽ എന്തൊക്കെ ഉണ്ടാവും? ഈ ബോക്സ് എവിടെ തന്നെ ഇരിക്കും. സോ നമ്മൾ ആംഗിൾ കൂട്ടി കൊണ്ടുവരും. ആംഗിൾ ഇൻക്രീസ് ചെയ്യും. നമ്മൾ ആ ആംഗിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആംഗിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു മിനിമം മാക്സിമം വാല്യൂ എത്തും. ആ മാക്സിമം വാല്യൂ എത്തുമ്പോൾ എന്ത് പറ്റും? ഈ ബോഡി താഴേക്ക് സ്ലൈഡ് ചെയ്യും അല്ലേ? ആ മാക്സിമം ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ് അല്ലേ? ആംഗിൾ ഓഫ് റീപോസ്. ഇവിടെ തെറ്റിപ്പോയതാണ്. ആംഗിൾ ഓഫ് റീപോസ്. സോ ആസ് എ ആംഗിൾ ഗെറ്റ്സ് ഇൻക്രീസ്ഡ്, സോ നമ്മൾ ഇൻക്ലൈൻ പ്ലെയിൻ ഒരു ബോക്സ് വയ്ക്കുകയാണ്. അത് ചെറിയ ആംഗിളുകളാണെങ്കിൽ അത് അവിടെ നിൽക്കും. നമ്മൾ ആ ഇൻക്ലൈൻ പ്ലെയിൻ്റെ ആംഗിൾ കൂട്ടി ഒരു മാക്സിമം ആംഗിൾ എത്തുമ്പോൾ എന്ത് പറ്റും? ഈ ബോഡി താഴേക്ക് സ്ലൈഡ് ചെയ്യും. ആ മാക്സിമം വാല്യൂ ഓഫ് ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് നമ്മൾ വിളിക്കണം. ഓക്കെ, ആംഗിൾ ഓഫ് റീപോസ് എന്ന് വിളിക്കണം. സോ the maximum angle at which the body starts sliding down is called angle of repose in an inclined plane. In an inclined surface, the maximum angle at which the body starts sliding down is called angle of repose. നമുക്കിനി ഇതിനകത്ത് നോക്കാനുള്ളത് ആംഗിൾ ഓഫ് റീപോസും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും തമ്മിലുള്ള ബന്ധം, ആംഗിൾ ഓഫ് റീപോസും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിന് ജസ്റ്റ് നമുക്ക് അതെന്താണ് നമുക്ക് നോക്കാം. Now consider an inclined plane of angle alpha, where alpha is the angle of repose, and this is the body, and ഈ ബോഡിക്ക് ഒരു വെയിറ്റ് ഉണ്ട് അല്ലേ? ഒരു വെയിറ്റ് W. അപ്പോൾ അവിടെ ഈ ബോഡി ഇൻക്ലൈൻ പ്ലെയിൻ ആയതുകൊണ്ട് നോർമൽ സർഫസ് എപ്പോഴും ഇൻക്ലൈൻ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട്. സോ ദാറ്റ് ഈസ് Rn. ആൻഡ് ഈ ബോഡി എങ്ങടേക്കാണ് നീങ്ങുന്നത്? ബോഡി ആംഗിൾ ഓഫ് റീപോസ് വരുമ്പോൾ ബോഡി സ്ലൈഡ്സ് ഡൗൺ അല്ലേ? ബോഡി താഴേക്ക് നീങ്ങുമ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങടേക്കായിരിക്കും വരുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇവിടെയായിരിക്കും നമ്മളുടെ ഈ സർഫസിലായിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. F ഈക്വൽസ് mu Rn. ഓക്കെ, നമ്മൾക്കറിയാം
ആൻഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോർമൽ റിയാക്ഷനും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിന് നമ്മൾ കുറച്ച് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഫ്രിക്ഷൻ്റെ കാര്യങ്ങൾ. ദെൻ ഓക്കെ, ആംഗിൾ ഓഫ് റീപോസിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇത് ആൽഫയാണെങ്കിൽ ഇതിന് രണ്ട് പെർപെൻഡിക്കുലർ തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? ഇതും ആൽഫയാണ്. ഓക്കെ, സോ ഞാനിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഇത് ഫ്രിക്ഷൻ ഫോഴ്സ് എഫ്, വെയിറ്റ് W, ആൻഡ് നോർമൽ റിയാക്ഷൻ RN. ഇത് തമ്മിലുള്ള ആംഗിളാണ് ആൽഫ. നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ നമ്മൾ റെഫറൻസ് പ്ലെയിൻ എടുക്കുന്നത് ഈ ഇൻക്ലൈൻ പ്ലെയിൻ ആണ് നമ്മളുടെ റെഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കുന്നത്. സോ ദിസ് ഇസ് വൈ ആൻഡ് വി ആർ ടേക്കിംഗ് ദിസ് ഇൻക്ലൈൻ പ്ലെയിൻ. ഈ ഇൻക്ലൈൻ പ്ലെയിൻ ഈ ഭാഗമാണ്, ഇൻക്ലൈൻ പ്ലെയിനിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ റെഫറൻസ് ആക്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിന് ഞാൻ റീഅറേഞ്ച് ചെയ്യുകയാണ്. ഇതിന് ജസ്റ്റ് ഒന്ന് ഇതിനെ ഈ ഇൻക്ലൈൻ പ്ലെയിൻ ഞാൻ ഹൊറിസോണ്ടലായിട്ട് ഞാൻ എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. സോ RN ഫ്രിക്ഷൻ ഫോഴ്സ് then weight. ഈ ആംഗിൾ ഞാൻ ആൽഫ. നൗ ഇത് ആൽഫയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 90 മൈനസ് ആൽഫ. നൗ നമുക്ക് ഇതിനകത്ത് ഈ ബോക്സ് അതായത് മാക്സിമം ആംഗിൾ എത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ ബോഡി മാക്സിമം ആംഗിൾ അറ്റ് വിച്ച് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് അല്ലേ? the maximum inclination at which the body just starts sliding down is called എന്താണ്? the angle of friction അല്ലേ? so angle of friction എന്ന് പറഞ്ഞാൽ the maximum angle at which the body can be at rest or in equilibrium എന്നാണ് ശരിക്കും പറഞ്ഞാൽ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. അതായത് ഇത് ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലെത്തുമ്പോൾ എന്ത് പറ്റും? ആ ഇക്വിലിബ്രിയം കണ്ടീഷൻ മാറും. അപ്പോൾ നമുക്കിതറിയാം. നമുക്ക് ഇതിനെ നമ്മളൊന്ന് റിസോൾവ് ചെയ്യാം അല്ലേ? ഈ വെയിറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് റിസോൾവ് ചെയ്യാം. എങ്ങനെയാണ്? ഇത് 90 മൈനസ് ആൽഫ, അപ്പോൾ ഇത് W സൈൻ 90 മൈനസ് ആൽഫ ആൻഡ് ഇതോ W, ഇതിനെ ഞാൻ W കോസ് 90 മൈനസ് ആൽഫ. ഓക്കെ, നൗ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈയിങ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അല്ലേ? ഇക്വിലിബ്രിയം എന്തൊക്കെയാണ് നമ്മളുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്? സിഗ്മ എഫ് എക്സ് 0 ഹൊറിസോണ്ടൽ ഫോഴ്സ് 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. സോ ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 ആണെന്ന് എടുക്കുക. ഇവിടെ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉള്ളത്? ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്, W കോസ് 90 മൈനസ് ആൽഫയും ഉണ്ട് അല്ലേ? സോ എഫ് എക്സ് സിഗ്മ എഫ് എക്സ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എങ്ങനെയായിരിക്കും? സിഗ്മ എന്താ mg, അതായത് ആദ്യം ഫോഴ്സ് എഫ്
ഫ്രിക്ഷൻ ഫോഴ്സ് അതെങ്ങനെയൊക്കെയാണ് പോകുന്നത്? സൈൻ കൺവെൻഷൻസ് അപ്ലൈ ചെയ്യുക. ഫ്രിക്ഷൻ ഫോഴ്സ് റൈറ്റ് സൈഡ് എഫ്, ദെൻ W cos 90 minus alpha എങ്ങനെയൊക്കെയാ ടുവേർഡ്സ് ലെഫ്റ്റ്. സോ മൈനസ് W cos 90 minus alpha ഈക്വൽ ടു 0. ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ RN. ഈ W cos 90 minus alpha, cos 90 minus alpha sin alpha. സോ ആൻഡ് ഓൾസോ ഡബ്ല്യുവിനെ നമ്മൾ ആർച്ചസിലേക്ക് എടുത്താൽ എന്താവും? W sin ആൽഫ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. സിമിലർലി സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 ആണ് നമുക്ക് നോക്കുക. ഓക്കെ. എഫ് വൈ ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താ? ഇവിടെ ഏതൊക്കെയാണ് വെർട്ടിക്കൽ ഫോഴ്സ് ഉള്ളത്? ഒന്ന് നോർമൽ റിയാക്ഷൻ, ദെൻ W sin 90 minus alpha. ഓക്കെ. സോ W sin 90 minus alpha എങ്ങനെയൊക്കെ താഴേക്ക്. സോ നമുക്കൊരു നെഗറ്റീവ്, ആ നോർമൽ റിയാക്ഷൻ മേളിലേക്ക്. സോ ഇത് പോസിറ്റീവായിട്ട് എടുക്കാം. സോ RN minus W sin 90 minus alpha equal to 0. ഈ ആർച്ചസിനെ W sin ആൽഫനെ ആർച്ചസിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? RN. അപ്പോൾ എന്ത് പറ്റും? RN ഈക്വൽ W sin 90 മൈനസ് ആൽഫ എന്താ? കോസ് ആൽഫ. ഇത് W ആർച്ചസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിന് ഈ ടേമിന് നമ്മൾ ആർച്ചസിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും? W sin 90 മൈനസ് ആൽഫ കോസ് ആൽഫ. ഓക്കെ. ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്നും ഞാനിതിന് ഇക്വേഷൻ 2 എന്നും എടുത്തു. ഓക്കെ. നൗ ഇക്വേഷൻ 1നെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? മ്യൂ RN ഈക്വൽ ടു W sin alpha by ഇത് W cos alpha by RN. ഓക്കെ. സോ ഇതിനകത്ത് RNഉം RNഉം ക്യാൻസൽ ആവും, W ക്യാൻസൽ ആവും. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്താണ്? ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് നമുക്ക് കിട്ടും അല്ലേ? പക്ഷെ നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? നമുക്ക് മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ ഫൈ. ഓക്കെ. ടാൻ ഫൈ. സോ അത് നമ്മളിതിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ടാൻ phi is equal to tan alpha. So which implies tan cancel ചെയ്യുമ്പോൾ phi is equal to alpha. Phi equal to which implies നമുക്ക് കിട്ടും phi equals alpha, or angle of repose will be equal to അതിൻ്റെ ഫൈനലി എന്താണ് പറയുന്നത്? Angle of repose equals angle of friction angle അല്ലെങ്കിൽ angle of friction angle. ഓക്കെ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. സോ ഈ ഫോർം ഇക്വേഷൻ നിങ്ങൾ ഇത് പഠിക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ഒന്ന് നോക്കുക. ഓക്കെ. നൗ റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചു. നൗ കോൺ ഓഫ് ഫ്രിക്ഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോൺ ഓഫ് ഫ്രിക്ഷനും അതേപോലെ തന്നെ ലോസ് ഓഫ്
ഫ്രിക്ഷനുമാണ് പഠിക്കാനുള്ളത്. എന്താണ് കോൺ ഓഫ് ഫ്രിക്ഷൻ? അത് ജസ്റ്റ് പറഞ്ഞു തരാം. സപ്പോസ് ഇതൊരു ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ബ്ലോക്ക് റെസ്റ്റ്. ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് പി. അപ്പോൾ ഈ ബോഡി ഏത് ഡയറക്ഷനിലേക്ക് നീങ്ങും? ഇങ്ങോട്ടേക്ക് നീങ്ങും, അല്ല ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും വരുന്നത്? ടുവേർഡ്സ് ലെഫ്റ്റ് അല്ലേ? ഫ്രിക്ഷൻ. അതിൻ്റെ നോർമൽ റിയാക്ഷൻ മേളിലേക്ക് RL വെയിറ്റ് താഴേക്ക് വരും. ഈ ഫ്രിക്ഷനും നോർമൽ റിയാക്ഷൻ തമ്മിലുള്ള റിസൾട്ടൻ്റ് ആണ് R and it is at an angle phi. സപ്പോസ് ഞാനിപ്പോൾ ഈ ഫ്രിക്ഷൻ ഈ ഫോഴ്സ് ഞാൻ ടുവേർഡ്സ് റൈറ്റ് കൊടുക്കുക, റൈറ്റ് ചെയ്ത് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ബോഡി എങ്ങോട്ടായിരിക്കും നീങ്ങുന്നത്? ഈ ബോഡി ലെഫ്റ്റിലേക്ക് നീങ്ങും. ആൻഡ് ഓൾസോ ഫ്രിക്ഷൻ ഫോഴ്സ് എവിടെയായിരിക്കും? ഇങ്ങോട്ടേക്ക് വരും അല്ലേ? അപ്പോൾ അത് അവിടെ ആയിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് എഫ് വരുന്നത്. ആൻഡ് അപ്പോൾ റിസൾട്ടൻ്റ് എവിടെയായിരിക്കും വരുന്നത്? റിസൾട്ടൻ്റെ പൊസിഷൻ ഇവിടെയായിരിക്കും. റിസൾട്ടൻ്റെ പൊസിഷൻ ഇവിടെ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഫൈ അല്ലേ? നമ്മളിത് 360 ഡിഗ്രിയിൽ ഓരോ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് മാറുമ്പോൾ എന്ന് വെച്ചാൽ റിസൾട്ടൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. അത് 360 ഡിഗ്രിയിൽ വരുമ്പോൾ എന്ത് പറ്റും? ഒരു റിസൾട്ടൻ്റ് ഒരു റൈറ്റ് സർക്കുലർ കോണായിട്ട് ജനറേറ്റ് ചെയ്യും. അതാണ് പറയുന്നത്. റിസൾട്ടൻസ് ഇത് റൈറ്റ് സർക്കുലർ കോണായിട്ട് ജനറേറ്റ് ചെയ്യും. ആൻഡ് ആ കോണിൻ്റെ ആംഗിൾ സെമി കോൺ ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആയിരിക്കും. അത് സപ്പോസ് ഇങ്ങനെ വരുവാണ്. ഞാനിപ്പോൾ ഫോഴ്സ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നോർമൽ റിയാക്ഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ? മേളിലേക്ക് വരുന്നു. ആൻഡ് ഫ്രിക്ഷൻ, ഇത് ബോഡി ഇങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് ഓപ്പോസിറ്റ് വരുന്നു. സോ ഇവിടെ ആയിരിക്കും അതിൻ്റെ ഫ്രിക്ഷൻ ഫോഴ്സ്. ആൻഡ് അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും R. ഇത് റിസൾട്ടൻ്റ് R, ഇത് നോർമൽ റിയാക്ഷൻ RN ആൻഡ് ഇതായിരിക്കും ആംഗിൾ ഇത് ഫൈ. ഇനി ഞാൻ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ഞാൻ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് വരും, ഇത് വരും. ആൻഡ് റിസൾട്ടൻ്റ് എന്ത് പറ്റും? ഇത് റിസൾട്ടൻ്റ് R ആൻഡ് ദിസ് വിൽ ബി ഫൈ. ഇനി ഞാൻ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് കൊടുക്കുകയാണെങ്കിൽ ബോഡി ഈ ഡയറക്ഷനിലേക്ക് നീങ്ങും. ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? ഈ മോഷൻ ഓപ്പോസിറ്റായിട്ട് നീങ്ങും. നോർമൽ റിയാക്ഷൻ ചെയ്താൽ അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ത് പറ്റും? ഇങ്ങനെ. ഓക്കെ, സിമിലർലി ഇവിടെ ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത് ഇത് വരുമ്പോൾ എന്ത് പറ്റും? ഇതൊരു റൈറ്റ് സർക്കിള് കോണായിട്ട് ജനറേറ്റ് ചെയ്യും വിത്ത് സെമി കോൺ ആംഗിൾ. അതിനെയാണ് ആ കോൺ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സ് 360 ഡിഗ്രിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ റിസൾട്ടൻ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കോൺ ജനറേറ്റ് ചെയ്യും. ആ കോണിനെയാണ് നമ്മൾ കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയണത്. ആൻഡ് ആ കോൺ ഓഫ് ഫ്രിക്ഷൻ്റെ സെമി കോൺ ആംഗിൾ ഫൈ ആയിരിക്കും. ആൻഡ് ഓൾസോ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സും ആയിരിക്കും എന്നാണ് നമ്മൾ പറയണത്. അതാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയണത്. ഓക്കെ, നൗ we will move on to the laws of friction. Laws of friction basically ഇതിനകത്ത് നമ്മൾ laws of friction എന്ന് പറയാം, laws of dry friction എന്ന് പറയാം, അതേപോലെ തന്നെ Coulomb's friction, dry friction അല്ലെങ്കിൽ Coulomb's friction. ഈ ഡ്രൈ ഫ്രിക്ഷൻ എന്നോ Coulomb's friction എന്നോ ചോദിച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക്
എഴുതാം. സോ എന്താണ് ലോസ് ഓഫ് ഫ്രിക്ഷൻ? ദ ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട്സ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഇൻ വിച്ച് ദ ബോഡി ടെൻസ് ടു മൂവ്. അതായത് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ മോഷൻ എങ്ങനെയാണ്, ആ ബോഡിയുടെ ആ മോഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ദെൻ അതാണ്. സോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ബോഡി ഇങ്ങോട്ട് നേരത്തെ കണ്ടല്ലോ, ബോഡി ഇപ്പോൾ ഞാൻ ബോഡിക്ക് ഒരു പുഷ് കൊടുക്കും, ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ ബോഡി എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത്? ടുവേർഡ്സ് റൈറ്റ്. സോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഒരു ബോഡിയുടെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ലോ എന്ന് പറഞ്ഞാൽ ദ ലിമിറ്റിംഗ് വാല്യൂ ഇസ് റീച്ച്ഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു ദ ഫോഴ്സ് വിച്ച് ടെൻസ് ടു മൂവ് ദ ബോഡി. അതായത് ലിമിറ്റിംഗ് വാല്യൂ എത്തുന്നത് വരെ ഫ്രിക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷൻ വിൽ ബി ഈക്വൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഫ്രിക്ഷൻ, അതായത് ലിമിറ്റിംഗ് ഇതിൽ നമ്മൾ ഈ സോഫ നമ്മൾ നീക്കാനായിട്ട് നോക്കും. നമ്മൾ ഫോഴ്സ് മാക്സിമം ഇപ്പോൾ 50 ന്യൂട്ടൺ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എങ്കിൽ ആ 50 ന്യൂട്ടൺ എത്തുന്നത് വരെ എന്താ ഈ ഫ്രിക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സിന്, ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സിന് ഈക്വൽ ആണ് എന്നതാണ് സെക്കൻഡ് ലോ. നമ്മുടെ സെക്കൻഡ് ലോ നമ്മളോട് പറയാനുള്ളത്. ഓക്കെ. സോ എന്താണ് സെക്കൻഡ് ലോ? ടിൽ ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ ഇസ് റീച്ച്ഡ് ദ magnitude of friction force equal to external force. ഓക്കെ. ഇനി മൂന്നാമത്തെ ലോ എന്ന് പറഞ്ഞാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ bears a constant ratio or the magnitude of limiting friction is directly proportional to the magnitude of limiting friction is directly proportional to the normal reaction എന്നാണ് മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത്. അതായത് F proportional to normal reaction Rn അല്ലെങ്കിൽ N or F is equal to mu Rn, where N is mu is the constant of coefficient of friction, constant of proportionality or coefficient of friction. അതാണ് മൂന്നാമത്തെ നിയമം. നാലാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ so mu is equal to frictional force by normal reaction. ആൻഡ് മ്യൂവിൻ്റെ വാല്യൂ എപ്പോഴും ഓർത്തോളണം. മ്യൂവിൻ്റെ വാല്യൂ 0-നും 1-നും ഇടയിലായിരിക്കും എന്ന്. സോ അതാണ് മൂന്നാമത്തെ നിയമം. നാലാമത്തത് it does not depend on the area of contact between two surfaces. അതായത് ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ കോണ്ടാക്ട് സർഫസിൻ്റെ ആ സർഫസിൻ്റെ റഫ്നെസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് depends on roughness of the surface, not on the area of contact between the two surfaces. It depends only on roughness of the surface, not depend upon the area of contact between surface. അതായത് ഫ്രിക്ഷൻ ഫോഴ്സ് എപ്പോഴും സർഫസിൻ്റെ റഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലാതെ ആ ഏരിയ, ആ ബ്ലോക്കിൻ്റെയും അല്ലെങ്കിൽ ആ ഏരിയ ഓഫ് രണ്ട് സർഫസുകൾ തമ്മിലുള്ള കോണ്ടാക്ട് ഏരിയ തമ്മിലല്ല ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഏരിയ ഓഫ് കോണ്ടാക്ട് രണ്ട് സർഫസുകൾ തമ്മിലുള്ള ഏരിയ ഓഫ് കോണ്ടാക്റ്റുമായിട്ടല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏരിയ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റഫ്നെസ് ഓഫ് ദ സർഫസ് ആൻഡ് നോട്ട് ഓൺ ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ടു സർഫസസ്. ഇനി അഞ്ചാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ്, നമുക്കെപ്പോഴും the value of kinetic friction is less than limiting value of friction. അത് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷനേക്കാൾ താഴെയാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. അത് കാണണമെങ്കിൽ ഈ ഫിഗർ കണ്ടാൽ മതി. കണ്ടോ, കൈനറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും താഴെയാണ്. ഇതാണ് മാക്സ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ, ഇതാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇതിൽ കൈനറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷനേക്കാൾ താഴെയാണ് എന്നാണ്, കുറവായിരിക്കും എന്നാണ് അഞ്ചാമത്തെ നിയമം പറയുന്നത്. സോ ദീസ് ആർ ദ ലോസ് ഓഫ് ഫ്രിക്ഷൻ. ഒന്നുകൂടെ പറയാം. ഫ്രിക്ഷൻ ഓൾവേസ് ആക്ട്സ് ഇൻ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഇൻ വിച്ച് ദ ബോഡി മൂവ്സ്, അല്ലെങ്കിൽ ബോഡിയുടെ മോഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. അതേപോലെ ലിമിറ്റിംഗ് വാല്യൂ എത്തുന്നത് വരെ
മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, നമ്മുടെ ഫ്രിക്ഷൻ ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും സെയിം ആയിരിക്കും. അത് രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെ നിയമം, റേഷ്യോ ഓഫ് ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ ഇസ് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ എന്താണ് റേഷ്യോ ഓഫ് ദ ഫ്രിക്ഷൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് അല്ലെങ്കിൽ ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. ദെൻ നാലാമത്തത്, ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ റഫ്നെസ് ഓൺ ദ സർഫേസ് ആൻഡ് നോട്ട് ഓൺ ദ ഏരിയ ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ടു സർഫേസ്. ആൻഡ് ലാസ്റ്റ്, ദ വാല്യൂ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതാണ് ലോസ് ഓഫ് ഫ്രിക്ഷൻ. നമ്മളുടെ അപ്പോൾ ഫ്രിക്ഷൻ്റെ ബേസിക് ആയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇത് നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറ്റിയൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.